സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആണ്. കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തി. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടമുണ്ടായി. മാലിദ്വീപ്, കൊമോറിയൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിൽ കാലവർഷമെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും അതിശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. 5 ദിവസവും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അടുത്ത 3 ദിവസം മധ്യതെക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നു മുതൽ 3 ദിവസം റെഡ് അലേർട്ടും എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരത്തെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായി. കാസർഗോഡ് കരിന്തളത്ത് പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും കുണ്ടൂർ സ്വദേശി NK ശാരദയുടെ വീട് പൂർണ്ണമായി തകർന്നു. പത്തനംതിട്ട ഗവിപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കുമിളിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്ന KSRTC ബസ് റോഡിൽ കുടുങ്ങി. പുറമറ്റം മാർത്തോമ പള്ളിയുടെ സെമിത്തേരി മതിൽ മഴയിൽ തകർന്നു വീണു. പ്രദേശത്ത് ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി. അട്ടപ്പാടി കള്ളമലയിൽ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.